വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ബീഫ് ടെൻഡർലോയിൻ വിത്ത് ചിമിച്ചുറി സോസിൻ്റെ റെസിപ്പി കാണാം. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ബീഫ് ഒന്ന് മാറിനേറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന കട്ട് ടെൻഡർലോയിൻ ആണ്. ഏറ്റവും എളുപ്പം കുക്കാവുന്ന ഒരു പോർഷനാണ് ടെൻഡർലോയിൻ. ഈ ബോളിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ. ഇതൊരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്നതാണ്. ഇതിലേക്ക് 3 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർത്തിട്ടുണ്ട്. മൂന്ന് ടീസ്പൂൺ തന്നെ ബാൽസാമിക് വിനീഗർ. ബാൽസാമിക് വിനീഗർ ഇല്ലെങ്കിൽ സാധാരണ വിനീഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. ഈ മസ്റ്റർഡ് പേസ്റ്റ് അല്ലെങ്കിൽ ഡിജോൺ മസ്റ്റർഡ് ഒരു ടീസ്പൂൺ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലാണ്. നമ്മുടെ മാരിനേഡ് റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് സ്ലൈസ് ചെയ്ത് ചേർക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് ടെൻഡർലോയിൻ ആണ്. ടെൻഡർലോയിൻ ഇതേപോലെ വലിയ പീസായിട്ടായിരിക്കും കിട്ടുക. ഇതിപ്പോൾ ഒരു ടെൻഡർലോയിൻ ആണ്. ഇങ്ങനെ വലിയൊരു പീസായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കണം. എപ്പോഴും മീറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രെയിൻസിന് ഓപ്പോസിറ്റായിട്ട് എഗൻസ്റ്റായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിൻ്റെ ലൈൻസ് ഇങ്ങനെയാണ് വരുന്നെങ്കിൽ അതിന് എതിർവശമായിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ എളുപ്പം കുക്കാവും. ഞാൻ ഏകദേശം ഒരു 150 ഗ്രാമിൻ്റെ സ്ലൈസസ് ആണ് എടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ എടുക്കുകയാണ്. ഇതേപോലെ സ്ലൈസസ് ആക്കി ഇടാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ വെറുതെ സോൾട്ടും പെപ്പറും ഓയിലും മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കും. ഇതേപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് ഒരു 12 തൊട്ട് 24 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ചിമിച്ചുറി സോസ് ഉണ്ടാക്കണം. അപ്പോൾ ചിമിച്ചുറി സോസ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാഴ്സ്ലയാണ്. ഇതേപോലെ ഫ്രഷ് പാഴ്സ്ലേ ഉപയോഗിക്കുക. അപ്പോൾ പാഴ്സ്ലേ വാങ്ങിക്കുമ്പോൾ യെല്ലോ കളർ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി എടുക്കുക. ഇത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. ഈ ചിമിച്ചുറി സോസ് നമ്മൾ കൂടുതലും കാണുന്നത് അർജൻറ്റീനക്കാരുടെയും ഉറുഗ്വേയുടെയൊക്കെ ക്വിസീനിലാണ് കൂടുതൽ ഇത് യൂസ് ചെയ്തത്. ഇത് മാരിനേഷനിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു കോണ്ടിമെൻ്റ് ആയിട്ട്, അതായത് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാറുണ്ട് ചിമിച്ചുറി സോസ്. ഇതൊരു ബോളിലേക്ക് ഫ്രഷ് പാഴ്സ്ലി ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും. ഇത് ഇതിലേക്ക് ചെറിയൊരു പിടി മല്ലിയിലയും കൂടെ ചേർക്കാം. കൊറിയാൻഡർ ലീവ്സ് ചെറിയൊരു പിടി. മല്ലിയില ഇതേപോലെ ഫൈൻ ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി വെളുത്തുള്ളി 2-3 അല്ലി ചേർക്കാം. വെളുത്തുള്ളിയും ചേർക്കാം. ഇനി നമുക്ക് മുളക്, പച്ചമുളകോ ചുവന്ന മുളകോ യൂസ് ചെയ്യാം.
മുളക് ഉപയോഗിക്കുമ്പോൾ അവരവരുടെ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഉപയോഗിക്കുക. ഞാൻ 2 മുളക് ചേർക്കുകയാണ്. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർക്കാം. ഒരു മുളകും കൂടെ ചേർക്കാം. ഒത്തിരി എരിവ് വേണമെങ്കിൽ 2 എണ്ണം ധാരാളമാവും, 3 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. മുളക്, ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഉപ്പും ഈ മുളകും പാഴ്സലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് പാഴ്സലിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുകയാണ്. കൂടാതെ വിനീഗർ, ഇത് റെഡ് വൈൻ വിനീഗറാണ്. അതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ ചേർത്താലും മതി. 2 ടേബിൾ സ്പൂണും ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കണക്കാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഇത്ര ഒലിവ് ഓയിൽ ഒഴിച്ചേക്കുന്നത്. കുറവാന്ന് തോന്നുവാണെങ്കിൽ മാത്രം പിന്നീട് കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ലൈം ജ്യൂസ് ചേർക്കാം, ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനീഗർ ഇല്ലെങ്കിൽ ഫുൾ അളവ് നമുക്ക് നാരങ്ങ ചേർക്കാം. പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ ചേർക്കാം. ഇത് കവർ ചെയ്ത് മാറ്റാം. ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രിഡിൽ പാൻ ഹീറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. അപ്പോൾ പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാൻ ഇവിടെ അണിയൻസ് ഇതേപോലെ സ്ലൈസ് ചെയ്ത് വലിയ വണ്ണത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രില്ല് ചെയ്യാനായിട്ടാണ്. കൂടാതെ കുറച്ച് ബ്രസൽസ് സ്പ്രൗട്ട്സ്, ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഞാൻ വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും പെപ്പറും മാത്രം ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോയിൽ വെജിറ്റബിൾസ്. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോസ് വേണം. ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 ടൊമാറ്റോ മതിയാവും. അതേപോലെ കുറച്ച് പൊട്ടേറ്റോ, ഇത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. വെറുതെ വെള്ളത്തിൽ പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. ഭയങ്കരമായിട്ട് വെന്ത് പോകുന്ന പോലെ വേവിക്കത്തില്ല, ഒരു 3/4 വേവിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കും. ബീഫിൻ്റെ സ്റ്റേക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പൊട്ടേറ്റോ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. സാധാരണ ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ഉപയോഗിക്കണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെ 3ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടോ വെക്കാം ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുക്കാം. ചെറിയൊരു ബ്രൗൺ ടിൻ്റ് ആവും. ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് ഗ്രിൽഡ് ആവും. ഇപ്പോൾ എടുക്കാം. ബ്രസൽസ് സ്പ്രൗട്ട്സ്, എടുത്ത ശേഷം കുറച്ച് ഉപ്പും പെപ്പറും സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പം ബീഫ് മാറിനേറ്റ് ചെയ്യാനായിട്ട് മിനിമം 12 hours വേണം. 12 to 24 hours ആണ് ഞാൻ മാറിനേറ്റ് ചെയ്യാറ്.
അപ്പോൾ ഇത് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇച്ചിരി ഒലിവ് ഓയിൽ, ഇറച്ചി ഇട്ട് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ സവോളയും കൂടി ഇടാം, അണിയൻസ് കൂടി ഇടാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2.5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ടേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ 2.5 മിനിറ്റ് വീതം 2 സൈഡും ചെയ്തു. ഇനി അതിൻ്റെ സൈഡ് കൂടെ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യാം, ഒന്ന് കളറൊന്നും മാറിയാൽ മതി. ഞാൻ ഇതിലേക്ക് ബാക്കി ഇരുന്ന് 2 പൊട്ടറ്റോ കൂടെ ഇട്ടതാണ്. അപ്പോൾ സൈസ് 1 മിനിറ്റോളം വെച്ചു. ഇതെടുക്കാം. ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്ത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിനകത്ത് ജ്യൂസ് ഉണ്ടാവും, ഈ മീറ്റിനകത്ത് നല്ല ജ്യൂസി ആയിരിക്കും. അത് ജ്യൂസ് നമ്മൾ ഉടനെ കട്ട് ചെയ്ത് അതെല്ലാം ഊസ് ഔട്ട് ചെയ്തു. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നത്. 5 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. ചിമിച്ചൂറി സോസ് ഒരു ബോളിലെടുക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്ത കുറച്ച് വെജിറ്റബിൾസ് ചേർത്തു. ഇനി ബോയിൽഡ് വെജിറ്റബിൾസും സൈഡിൽ വെക്കാം. ബോയിൽ ചെയ്തത് ഞാൻ ക്യാരറ്റും സുക്കീനിയും തന്നെയാണ്. അതിന് പകരം ബീൻസ്, ബ്രോക്കലി, കോളിഫ്ലവർ ഒക്കെ ബോയിൽ ചെയ്യാം. അതിനൊപ്പം ചിമിച്ചൂറി സോസോടെ വെച്ച് സെർവ് ചെയ്യാം. ഈ മീറ്റിൻ്റെ അകത്തെ ഭാഗം കാണിക്കാനായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തേക്കുന്ന മീഡിയം റെയർ ആയിട്ട്, അകത്ത് ചെറിയൊരു പിങ്ക് കളർ ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തേക്കുന്നത്. ഇതേപോലെ ഈ രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് വെൽ ഡൺ ആയിട്ട് കുക്ക് ആവണമെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക. ഈ രീതിയാണ് ഞാൻ പ്രിഫർ ചെയ്തത് ബീഫ് സ്റ്റേക്ക് കഴിക്കാനായിട്ട്. നമ്മൾ സ്ലൈസ് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ചിമിച്ചൂറി സോസ് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. സ്ലൈസ് ചെയ്യാതെ സെർവ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ ചെയ്യാം. സ്ലൈസ് ചെയ്തിട്ടാണെങ്കിൽ സോസിൻ്റെ പുറത്ത് ഒഴിച്ച് സെർവ് ചെയ്യും. ഈ ഒരു ഡിഷ് ഇതേപോലെ 2 രീതിയിലും സെർവ് ചെയ്യാം. ഒന്നുകിൽ കട്ട് ചെയ്യാണ്ട് ഹോളായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചിമിച്ചൂറി സോസ് അതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ചിമിച്ചൂറി സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് 2-3 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കുക. അത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി നല്ലതാവും. ആ സോസിന് നല്ലൊരു അയവൊക്കെ വരും. ടേസ്റ്റ് വൈസും ഒത്തിരി ബെറ്ററാണ്. ആ രീതി ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പരുവം, ഇതിപ്പോൾ നമ്മൾ മീഡിയം റെയർ ആയിട്ടാണല്ലോ എടുത്തേക്കുന്നത്. നല്ലതായിട്ട് കുക്ക്ഡ് ആയിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക. അപ്പോൾ അത് വെൽ ഡൺ ആയിട്ട് കിട്ടും. നമ്മൾ സ്റ്റേക്ക് ആ 3 തരത്തിലെടുക്കുക. റെയർ ആയിട്ട് എടുക്കും, വെൽ ഡൺ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ മീഡിയം റെയർ ആയിട്ട് എടുക്കും. നമ്മളിപ്പോൾ ചെയ്തത് മീഡിയം റെയർ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പരുവത്തിന് എടുക്കുക. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.